ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ നടന്ന അവസാനത്തെ ISL പോരാട്ടം ഡബിൾ ധമാക്കയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുകൊണ്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഇന്ന് നടന്ന ആദ്യത്തെ മത്സരം ഒഡീഷ വേഴ്സസ് ജംഷഡ്പൂർ മത്സരം ഒഡീഷയിൽ വെച്ചായിരുന്നു, ഭുവനേശ്വർ നഗറിൽ വെച്ചായിരുന്നു മത്സരം നടക്കുന്നത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ആദ്യ ഗോള് തച്ചിക്കാവ എന്ന് പറയുന്ന ജാപ്പനീസ് ജംഷഡ്പൂർ താരമായിരുന്നു കുറിക്കപ്പെട്ടിരുന്നത്. 27-ാം മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നത്. ഒരു വണ്ടർഫുൾ ഗോൾ തന്നെയായിരുന്നു. സെക്കൻഡ് പോസ്റ്റിലേക്ക് അടിക്കുന്നു, പോസ്റ്റിന് കൊള്ളുന്ന ഉള്ളിലേക്ക് കയറുന്നു. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. അടിക്ക് തിരിച്ചടി എന്ന് മറുപടി കൊടുത്തുകൊണ്ട് ഒഡീഷയും മുന്നേറുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ റോയ് കൃഷ്ണയുടെ അസിസ്റ്റ് മൂലം ഐസക് റാൾട്ടെ അത് ഫിനിഷ് ചെയ്യുന്നു. ഒരു സുന്ദരമായ ഒരു മറുപടി തന്നെ ഐസക് റാൾട്ടെ കൊടുത്തു. പിന്നീട് തൊട്ടടുത്ത നിമിഷം തന്നെ 36-ാം മിനിറ്റിൽ റോയ് കൃഷ്ണയുടെ മറ്റൊരു ഗോൾ പിറക്കുന്നു. അതിനുശേഷം 45-ാം മിനിറ്റിൽ പ്ലസ് 2-ാം മിനിറ്റ് ആഡ് ഓൺ ടൈമിൽ 2-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ഡീഗോ മൗറീഷ്യോ എടുക്കുന്നു, പെനാൽറ്റി ഫിനിഷ് ചെയ്യുന്നു, ഗോളാകുന്നു, സെലിബ്രേറ്റൊക്കെ ചെയ്യുന്നു. 3 ഗോളായി കഴിഞ്ഞു ഓൾറെഡി ഒഡീഷയുടെ സ്കോർ ബോർഡിൽ. പിന്നീട് തൊട്ടടുത്ത നിമിഷം തന്നെ 45-ാം മിനിറ്റിലെ ആഡ് ഓൺ ടൈമിൽ 2-ാം മിനിറ്റിലാണ് ഡീഗോ മൗറീഷ്യോ പെനാൽറ്റി വഴി ഗോൾ നേടിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ 3-ാം മിനിറ്റിൽ ആഡ് ഓൺ ടൈമിൽ 3-ാം മിനിറ്റിൽ റോയ് കൃഷ്ണ തൻ്റെ ഇരട്ട ഗോൾ, രണ്ടാമത്തെ ഗോൾ കൂടി കുറിക്കപ്പെടുകയാണ്. 45-ാം മിനിറ്റിൽ ആ ഗോൾ കൂടി കുറിക്കപ്പെട്ടുകൊണ്ട് ദിമിത്രിയോസിനൊപ്പം തന്നെ ഗോൾ വേട്ടയിലെത്താൻ റോയ് കൃഷ്ണയ്ക്ക് സാധിച്ചു. എന്നാൽ കൂടി ദിമിത്രിയോസ് തന്നെയാണ് ആ സ്ഥാനത്ത് തോന്നുന്നു. കാരണം കുറവ് മത്സരങ്ങളാണ് ദിമിത്രിയോസ് കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ദിമിത്രിയോസിനൊപ്പം പിടിക്കാൻ റോയ് കൃഷ്ണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് ഗോൾഡൻ ബോളിന് വേണ്ടി. എന്നാൽ 4 ഗോളുകൾ ഒഡീഷയുടെ സ്കോർ ബോർഡിൽ എത്തിയെങ്കിൽ 4-1 എന്ന ലീഡാണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ പോലും അടിക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്തില്ല ഇരു ടീമുകളും. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം സ്കോർ 4-1 എന്ന രീതിയിലായിരുന്നു. ജംഷഡ്പൂർ 1, ഒഡീഷ 4 എന്ന രീതിയിലായിരുന്നു. രണ്ടാമത്തെ മത്സരം 8 മണിക്കായിരുന്നു നടന്നിരുന്നത്. ഗോവ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം. ഫസ്റ്റ് ഹാഫിൽ 20-ാം മിനിറ്റിൽ FC ഗോവ ലീഡ് എടുക്കുകയാണ്. ഒരു ഗോൾ അടിക്കുകയാണ് FC ഗോവ. കാർലോസ് മാർട്ടിനസ് ആയിരുന്നു ആ ഗോള് ഗോവയ്ക്ക് വേണ്ടി അടിക്കുന്നത്. ഒരു ഹെഡർ ഗോളായിരുന്നു ഗോളാക്കുന്നത്. FC ഗോവയുടെ സ്കോർ ബോർഡിൽ ഒരു ഗോള് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ആദ്യ ഗോൾ കുറിക്കപ്പെടുകയാണ്. പിന്നീട് തൊട്ടടുത്ത നിമിഷം, അതായത് 6 മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും 26-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിൻ്റെ തിരിച്ചടി വരികയാണ്. അടിക്ക് തിരിച്ചടി എന്നോണം വരികയാണ്. ജിതിൻ MS എന്ന് പറയുന്ന മലയാളി താരമായിരുന്നു ഗോൾ അടിച്ചത്. അസിസ്റ്റ് പാർത്തിക് ഗൊഗോയ് ആയിരുന്നു. ഒരു സുന്ദരമായ ഒരു അസിസ്റ്റ് ബോൾ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ബോൾ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതവിടെ ഗോളാവുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയും നല്ലൊരു പാസിംഗ് ആയിരുന്നു പാർത്തിക് ഗൊഗോയ് പാസ് കൊടുത്തത്. ജിതിൻ MS അത് നല്ല സുന്ദരമായി തന്നെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. മലയാളി താരം ഫിനിഷാക്കുകയും ചെയ്തു, ഗോളാക്കുകയും ചെയ്തു. നോർത്ത് ഈസ്റ്റ് 1 FC ഗോവ 1. അത് ഫസ്റ്റ് ഹാഫിൽ അതുപോലെ തന്നെ തുടർന്നു. സെക്കൻഡ് ഹാഫിലും അതുപോലെ തന്നെ തുടർന്നു. ഫുൾ ടൈം 1-1 എന്നൊരു ഡ്രോ ആവുകയാണ്, മത്സരം സമനിലയാവുകയാണ് ചെയ്തത്. അതോടുകൂടി ISL ഈ വർഷത്തെ മത്സരങ്ങൾ അവസാനിച്ചു. ഇനി അടുത്ത വർഷത്തെ ഫിക്സർ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും അത് കണ്ടു തന്നെ അറിയണം. എന്തായാലും അടുത്ത വർഷം ജനുവരിയിൽ സൂപ്പർ കപ്പാണ് നടക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം മറ്റൊരു വീഡിയോയിൽ തന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്ന പ്രകാരമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ISL ജനുവരിയിൽ സൂപ്പർ കപ്പിന് ഇടയിൽ നടക്കും, അല്ലെങ്കിൽ സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ട്, അതായത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലായിരിക്കും തുടങ്ങാൻ സാധ്യത. സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ട്, അത് കുറവാണ്, അറിയില്ല. എന്തായാലും ഫിക്ചർ വന്നിട്ടില്ല, കണ്ടു തന്നെ അറിയണം നമുക്ക്. അതായത് സൂപ്പർ കപ്പാണെന്നാണ് നമുക്ക് തോന്നുന്നത്. സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ISL നടക്കുക. അതായത് സൂപ്പർ കപ്പ് അടുത്ത മാസം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത മാസം ജനുവരിയിൽ ആണ്. അടുത്ത വർഷം ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം. മറ്റു വീഡിയോ കണ്ടുവിട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെടാൻ മറ്റൊരു വീഡിയോ കണ്ടുവിട്ടാൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.